സ്വാതി, ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ സമരം അത് എത്ര ശക്തമാണ് എന്ന് നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നില്ല. കാരണം KSRTC സർവീസുകളെല്ലാം കൂടുതലായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു സുരക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ ആലപ്പുഴയിൽ കാര്യമായിട്ടുള്ള സർവീസുകൾ നടത്തുന്നില്ല. നമുക്കറിയാവുന്നതാണ്, ദൂരദേശങ്ങളിൽ നിന്ന് അടക്കം വന്ന ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വന്നവർ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ പിച്ചു ജംഗ്ഷൻ അടക്കമുള്ള ഭാഗങ്ങളിൽ സമരാനുകൂലികൾ എത്തുകയും കടകൾ ബലമായി അടപ്പിക്കുകയും ഈ സമരത്തുമായി യോജിച്ചു പോകണമെന്ന് പറയുകയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മാന്നാർ ഭാഗത്ത് മിൽമയുടെ ചെയർമാൻ അടക്കമുള്ളവരെ തടഞ്ഞു. വാഹനത്തിൽ പോകാൻ സാധിക്കില്ലെന്നും ഹർത്താലുമായി സഹകരിക്കണമെന്നും പറഞ്ഞു. വലിയ പോലീസ് സുരക്ഷ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോഴും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട്? ഹർത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ அண்ணே, நீங்க எங்கேருந்து வரீங்க? நாங்கள் சென்னை. சென்னை. இங்கே ஹர்த்தால் தெரியுமா? புரியல. ஹர்த்தால் ஸ்ட்ரைக். பஸ் எல்லாம் இருக்கா? இல்லையே, அதான் வெயிட் பண்ணுறோம். എവിടെ നേരമാ വെയിറ്റ് പண்றீங்க? நாங்கள் வந்து 1 hour. 1 hour. അപ്പോൾ 1 മണിക്കൂറിലധികമായിട്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഹർത്താൽ? എങ്ങനെയുണ്ട്? ഹർത്താൽ ബാധിക്കുന്നില്ലല്ലോ, ബസ്സെല്ലാം ഓടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും 10:00 കൂടി തന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് സമരാനുകൂലികളുടെ വലിയൊരു പ്രതിഷേധം നടക്കാനിരിക്കുകയാണ്. ഏതായാലും ആ ഒരു പ്രതിഷേധത്തിലടക്കം ഇത്തരത്തിൽ ബസ് സർവീസുകൾ തടയുവാനുള്ള സാഹചര്യമാണ് നിൽക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ KSRTC ബസ്സുകൾ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ സമരാനുകൂലികൾ പറയുന്ന പ്രകാരമാണ് എങ്കിൽ വലിയ രീതിയിലുള്ള ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ബസ്സുകൾ കുറേ നേരം തടഞ്ഞു വെക്കുവാനും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ അടക്കം പ്രവർത്തിക്കരുത് എന്നുള്ള ഒരു രീതിയിലേക്ക് തടഞ്ഞു നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. സാറേ, ഈ ബസ്സുകളെല്ലാം ഓടുന്നുണ്ടോ സാറേ? സർവീസ് അനുവാദികമായിട്ട് സർവീസുകളൊക്കെ വിടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി എന്നുള്ള ഡിപ്പോക്കാരാണ്. ഞങ്ങൾ രാവിലെ സർവീസുമായിട്ടാണ്, പോലീസിന് നിർദ്ദേശം ഉണ്ടായിരുന്നു സർവീസായിട്ട് നമ്മൾ. അപ്പോൾ മറ്റ് ഡിപ്പോകളിൽ നിന്ന് പോലും സർവീസുകൾ ഇറക്കുന്നുണ്ടല്ലേ? മറ്റ് ഡിപ്പോകൾ ആളില്ല. ഒരു രാവിലെ ഇപ്പോൾ ഞങ്ങൾ 5 മണിക്ക് തുടങ്ങിയതാണ്. അനുവാദ്യമായിട്ട് ആൾക്കാരുടെ ഇല്ല. ചങ്ങനാശ്ശേരിയിലൊന്നും ഒരു കട പോലും തുറന്നിട്ടില്ല. ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചത് ചങ്ങനാശ്ശേരി അടുത്തൊരു ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ നിന്നാണ്. നമ്മുടെ സർവീസ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെയുള്ളതാണ്. അതിനെ കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പോൾ ഈ ഹോട്ടൽ സർവീസുകൾ ഇപ്പോൾ എന്തായാലും അടഞ്ഞു കിടക്കുകയാണ്. പല ഹോട്ടലുകളും തുറന്നിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഗ്യാസിന്റെ ക്ഷാമത്തിലൊക്കെ ഹോട്ടലുകൾ പലതും അടഞ്ഞതാണെങ്കിലും ഇപ്പോൾ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു സമീപനമാണ്. നമ്മൾ വരുന്ന വഴിക്ക് പല തുണിക്കടകളിലും ജോലിക്കായി ആളുകൾ എത്തുകയും ആ തുണിക്കടകൾ അടയ്ക്കണമെന്ന് സമരാനുകൂലികൾ പറഞ്ഞതിനെ തുടർന്ന് അവരെല്ലാം തിരിച്ചു പോകുമ്പോൾ ഈ ആലപ്പുഴയുടെ പല പ്രാദേശിക മേഖലയിൽ നിന്നും വന്നവരാണ്. അപ്പോൾ ഈ ചെറിയ പ്രൈവറ്റ് ബസ്സുകൾ ഇല്ലാത്തതിനെ തുടർന്ന് അവർ വീട്ടിലേക്ക് മടങ്ങാൻ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പൊതുവെ ഈ KSRTC ബസ് കാര്യമായി ഓടുന്നതാണ് ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഈ സമരം ആലപ്പുഴയെ ബാധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോഴും ചില പ്രദേശങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മാവേലിക്കര, ചെങ്ങന്നൂര്, മാന്നാർ പോലുള്ള ഭാഗങ്ങളിലാണ് സമരാനുകൂലികൾ എത്തിയത്. ആലപ്പുഴ ജില്ലയിൽ പിച്ചു ജംഗ്ഷനിൽ മാത്രമാണ് കടയടപ്പിക്കുന്ന ഒരു സമീപനവുമായിട്ട് ഈ സമരാനുകൂലികൾ എത്തിയത്. അതിൽ കൂടുതലും KPMS പ്രവർത്തകരായിരുന്നു രംഗത്തിറങ്ങുകയും ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടരുതെന്നും കടയടയ്ക്കണമെന്നും പറഞ്ഞത്. സ്വാതി.